ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. മുതിർന്ന മാവോയിസ്റ്റ് നേതാക്കളെ അടക്കം വധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. കൊല്ലപ്പെട്ടവരിൽ മാവോയിസ്റ്റ് കമാൻഡർ ഛലപതിയുടെ ഭാര്യ അരുണയും ഉൾപ്പെടും. ഛത്തീസ്ഗഡ് ആന്ധ്ര അതിർത്തിയിലാണ് ഏറ്റുമുട്ടൽ തുടരുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ദിവസങ്ങളായി ഇത്തരത്തിൽ നീക്കമുണ്ടല്ലോ മാവോയിസ്റ്റുകൾക്കെതിരെ, എന്തൊക്കെയാണ് വിവരങ്ങൾ അജീഷ്? ഉന്മേഷ്, ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലാണ് അതിർത്തിയിലാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ആന്ധ്ര ഛത്തീസ്ഗഡ് അതിർത്തിയാണ്. ഇവിടുത്തെ വനമേഖലയിലാണ് സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഇവിടെ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ഇവിടെ ഇന്ന് നടന്ന ഏറ്റുമുട്ടലിൽ 2 നേതാക്കളെയാണ് വധിച്ചിട്ടുള്ളത്. ഒന്ന് സെൻട്രൽ കമ്മിറ്റി മെമ്പർ ഗജർല രവി, ഉദയ് എന്നറിയപ്പെടുന്ന ഗജർല രവി, കൂടാതെ സെൻട്രൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള അരുണ, സ്റ്റേറ്റ് സോണൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള അരുണ. ഇങ്ങനെ 2 പേരെയാണ് ഈ മാവോയിസ്റ്റ് വേട്ടയിൽ കൊലപ്പെടുത്തിയത്. ഈ അരുണയുടെ ഭർത്താവും മാവോയിസ്റ്റ് നേതാവ് തന്നെയാണ്. ചലപതി എന്നാണ് അവരുടെ പേര്. അദ്ദേഹത്തെ കഴിഞ്ഞ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന വധിച്ചിരുന്നു. എന്തായാലും പ്രദേശത്ത് മാവോയിസ്റ്റുകൾക്കായിട്ടുള്ള ഒരു തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ശരി, അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.